ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ഷറഹ് ഓഡിയോ നമ്പർ 79. ഫൽ ഹാസിലു അപ്പോൾ ചുരുക്കം അന്ന ഖൗലഹു സുബ്ഹാനഹു ഖുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ ഖൗലുഹു ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അതായത് ഇവിടെ അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തൽ ഷിർക്കാണ് എന്നാണല്ലോ പറയുന്നത്. അതിൽ ഉദ്ധരിച്ച ആയത്തുകൾ ആദ്യം പറയാണ്. നിശ്ചയം എൻ്റെ നിസ്കാരം എൻ്റെ ബലികർമ്മവും അള്ളാഹുവിനുള്ളതാണ്. എൻ്റെ സലാത്തി വനുസുക്കിയോ മഹിയായ മമാത്തിലില്ലാഹി റബ്ബുൽ ആലമീൻ. ജീവിതവും മരണമൊക്കെ റബ്ബുൽ ആലമീനുള്ളതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതിനാൽ താങ്കൾ അള്ളാഹുവിന് നമസ്കരിക്കുകയും അവന് വേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് സൂറത്ത് അൽ കൗസറിലും പറഞ്ഞു. വ ഖൗലുർ റസൂൽ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താണ് പറഞ്ഞത്? അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തവന് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മൂന്നും യഷ്മലു കുല്ലു ഹാദിഹിൽ ഉമൂർ, യഷ്മലു കുല്ല ഹാദിഹിൽ ഉമൂർ, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. ഏതൊക്കെ? മാ ദുബിഹ ലിൽ അസ്നാമി തഖറുബൻ ഇലൈഹ, ബിംബങ്ങൾക്ക് അവയുടെ സാമീപ്യം കിട്ടാൻ വേണ്ടി എന്ന നിലക്ക് അറുക്കപ്പെട്ടത്. മാ ദുബിഹ ലിൽ ലഹ്മി വ ദുകിറ അലൈഹി ഇസ്മ ഗൈരില്ലാഹി, ഇസ്മു ഗൈരില്ലാഹി സുബ്ഹാനഹു വതആല. അറുത്തത് ഇറച്ചിക്ക് തന്നെ, പക്ഷേ അതിൽ എന്താണ്? അള്ളാഹു അല്ലാത്തവരുടെ നാമം പരാമർശിക്കപ്പെട്ടു, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തു. 3. മാ ദുബിഹ തഅ്ളീമൻ ലി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിക്ക് പടപ്പിന് ആദരവ് എന്ന നിലക്ക് അറുക്കപ്പെട്ടത്. വ തഹിയ്യത്തിൻ ലഹു, അതിന് ഉള്ളൊരു അഭിവാദനം എന്ന നിലക്ക്. ഇൻദ നുസൂലിഹി വ ഉസൂലിഹി ഇലൽ മക്കാൻ അല്ലദി തുസ്തഖ്ബലു ഫിഹി, ആ പടപ്പിനെ സ്വീകരിക്കപ്പെടുന്ന സ്ഥലത്ത് അവിടെ അയാൾ ആ പടപ്പ് എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അവിടെ വന്നിറങ്ങുമ്പോൾ അയാൾക്കുള്ളൊരു തഹിയ്യത്ത് അഭിവാദനം എന്ന നിലക്കോ താളീം ആദരവ് എന്ന നിലക്കോ അറക്കപ്പെടുന്നത്. മാ ദുബിഹ ഇൻദ ഇൻഹിബാസിൽ മതരി, മഴ കിട്ടാതാവുമ്പോൾ അറക്കപ്പെടുന്നത്. ഫി മക്കാനിൻ മുഅയ്യൻ, നിർണിത സ്ഥലത്ത്. ഔ ഇൻദ ഖബറിൻ, അല്ലെങ്കിൽ ഒരു ഖബറിൻ്റെ അടുത്ത്. ലി അജിൽ നുസൂലിൽ മത്തരി, മഴ വർഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് ഒക്കെ അറക്കുക. 5. മാ യുദ്ബഹു ഇൻദ നുസൂലിൽ ബുയൂത്തി ഖൗഫൻ മിനൽ ജിന്നി അൻ തുസിബഹു, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ജിന്ന് വീട്ടിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറക്കുക. കുല്ലു ഹാദിഹി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യദ്ഖുലു ഫി ദബ്ഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറവിൽ ഉൾപ്പെടും എന്ന് ഈ പറഞ്ഞ ആയത്തുകളും ഹദീസും വ്യക്തമാക്കുന്നു എന്നാണ്. വയകൂനു ശിർക്കൻ ബില്ലാഹി സുബ്ഹാനഹു വതആല, ഈ പറഞ്ഞതൊക്കെ എന്താവും? അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിനെ കൊണ്ട് ഷിർക്ക് ചേരാവും, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ആവും എന്ന്. ഖൗലുഹു ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, ഹദീസിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു ശപിച്ചിരിക്കുന്നു ആരെ? മൻ ലഅന വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളെ ശപിച്ചവന്. ഇന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖറന ഹഖൽ വാലിദൈനി ബിഹഖിഹി സുബ്ഹാന, അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ബാധ്യത ഹക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാതാപിതാക്കളുടെ ഹക്ക് അള്ളാഹു അനുകരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അള്ളാഹു എന്താ പറഞ്ഞത്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു പറഞ്ഞു വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനെ ആരാധിക്കുക എന്ന്. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവരെ ഒന്നിനെയും ഷിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക എന്ന് അതിനോട് തുടർത്തി പറഞ്ഞു. ഫഹഖുൽ വാലിദൈനി, അപ്പോൾ മാതാപിതാക്കളോടുള്ള ഹക്ക് യഅതി ദായിമൻ ബഅദ ഹഖില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹക്കിന് ചേർന്ന് വരുന്നു എപ്പോഴും.
കദാലിക നഹിയു അനിൽ ഇസാഅത്തി ഇലൽ വാലിദൈൻ, അപ്രകാരം തന്നെ മാതാപിതാക്കളോട് തിന്മ ചെയ്യുന്നതിനുള്ള നിരോധനവും തഅതി ബഅദ അൽ ഇസാഅത്തി ഫി ഹഖില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനോട് തിന്മ ചെയ്യുന്നതിനോട് അതിന് ശേഷം വരുന്നു. എങ്ങനെ? കമാ ഫി ഹദീസ് സബഉൽ മുബിഖാത്ത്, 7 വൻ പാപങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഹദീസിലുള്ളതുപോലെ. ഫദ്ദബഹു ലിഗൈരില്ലാഹി, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുക എന്ന് ഇസാഅത്തും ഫി ഹഖില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹഖിൽ വരുത്തുന്ന തിന്മയാണ്. സുമ്മ ദക്കറ തനഖുസുൽ വാലിദൈനി വൽ ഇസാഅത്തു ഇലൈഹിം ബിലഅനിഹിം, അതോടൊപ്പം എന്ത് ചെയ്തു? പിന്നീട് തുടർന്ന് പറഞ്ഞത് എന്താണ്? മാതാപിതാക്കളോടുള്ള കടമയിൽ വരുത്തുന്ന ന്യൂനതകൾ, അതേപോലെ അവരെ ശപിച്ചുകൊണ്ട് അവരിലേക്ക് തിന്മ ചെയ്യൽ, ഇതൊക്കെ. ഫല യജൂസുലിൽ വലതി അൻ യശ്തമ്മ വാലിദൈഹി, അപ്പോൾ സന്തതിക്ക് അല്ലെങ്കിൽ മകൾക്ക് തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയൽ അനുവദനീയമല്ല. വഹാദാമിനൽ കബായിർ, ഇത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. ലിഅന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന മൻ ഫഅലഹു, അങ്ങനെ ചെയ്തവനെ ശപിച്ചിരിക്കുന്നു. വല്ലഅനു അല ശൈഇ, ഒരു കാര്യത്തിനെ ശപിക്കുക എന്നത് യദുല്ലു, അതറിയിക്കുന്നു അല അന്നഹു കബീറ, അത് വലിയ തെറ്റാണ് എന്ന്. സവാഉൻ ലഅനുഹുമാ ബിൽ മുബാശറതി ഔ ബിത് തസബ്ബുബി, ഇനി ഈ മാതാപിതാക്കളെ ശപിക്കുക എന്നത് ബിൽ മുബാഷറ, നേർക്ക് നേരെ ശപിക്കുകയാണെങ്കിലും, ഔ ബിത് തസബ്ബുബി, കാരണമാക്കി ശപിക്കുകയാണെങ്കിലും. എന്താ? ഫബഅദുന്നാസി ലാ യൽഅനു വാലിദൈഹി മുബാഷറ, ചില ആൾക്കാർ സ്വന്തം മാതാപിതാക്കളെ നേർക്ക് നേരെ ശപിക്കൂല. ലാക്കിൻ യതസബ്ബബു ബിഫി ദാലിക, പക്ഷേ ആ കാര്യത്തിൽ അവൻ എന്ത് ചെയ്യും? കാരണം ഉണ്ടാക്കും, കാരണക്കാരനാകും. എങ്ങനെ? ബി അൻ യൽഅന വാലിദൈ റജുലിൻ ആഖർ, മറ്റൊരാളുടെ മാതാപിതാക്കളെ അയാൾ ശപിക്കുന്നു, സ്വന്തം മാതാപിതാക്കളെ അല്ല. സുമ്മ യറുദ്ദു അലൈഹി അബിൽ മിസ്ൽ, അപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും? അതേപടി തിരിച്ച് അവൻ്റെ മാതാപിതാക്കളെയും പറയും, ശപിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല, പൊതുവെ അങ്ങനെയാണല്ലോ. ഫയകൂനു മുത്തസബ്ബിബൻ ഫീ ലഅനി വാലിദൈഹി, അപ്പോൾ ഇയാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നതിന് കാരണക്കാരനാകുന്നു. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഇന്ന മിനൽ കബായിരി അൻ യസ്തമ്മ റജുലു വാലിദൈഹി, വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ് തൻ്റെ മാതാപിതാക്കളെ ഒരാൾ ശപിക്കുക എന്നത്. ഖാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, കൈഫ യസ്തമ്മ റജുലു വാലിദൈഹി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരാളെങ്ങനെ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയാം? യസുബു അബർ റജുലി എക്കാല, അപ്പോൾ നബി എന്താ പറഞ്ഞത്? യസുബു അബർ റജുലി ഫയസുബു അബാഹു. അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ ശപിക്കുന്നു, അപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? ഇവൻ്റെ മാതാപിതാക്കളെ ശപിക്കുന്നു, അല്ലെങ്കിൽ ചീത്ത പറയുന്നു. യസുബു ഉമ്മർ പിതാവിനെ, യസുബു ഉമ്മുർ റജുലി ഫയസുബു ഉമ്മഹു, അല്ലെങ്കിൽ ഫയുസബ്ബു ഉമ്മുഹു എന്നും വേണമെങ്കിൽ വായിക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടില്ല. ഒരാളുടെ ഉമ്മയെ ചീത്ത വിളിക്കുന്നു, അപ്പോൾ ഇയാളുടെ ഉമ്മ ചീത്ത വിളിക്കപ്പെടുന്നു. ഫയസബ്ബു എന്നാണെങ്കിൽ, ഫയസുബ്ബു എന്നാണെങ്കിൽ മറ്റേ ആൾ ഇയാളുടെ ഉമ്മയെ ചീത്ത വിളിക്കുന്നു. വൽ മുസ്ലിമു ലാ യജൂസു അൻ യകൂന ലഅാനൻ, ഒരു മുസ്ലിമിന് ഇങ്ങനെ ലഅാനാകാൻ പറ്റില്ല, എപ്പോഴും ശാപവാക്കുകൾ പറയുന്ന ആൾ. വല സബ്ബാബൻ, സബ്ബാബ് എന്താണ്? ചീത്ത പറയുന്ന ആൾ, എപ്പോഴും ചീത്ത പറയുന്ന ആൾ. വല ബദിയൻ, മ്ലേച്ഛ വർത്തമാനങ്ങൾ പറയുന്ന, അശ്ലീല വർത്തമാനങ്ങൾ പറയുന്ന ആൾ, അങ്ങനെ ആകാൻ പാടില്ല, അനുവദനീയമല്ല. അൽ മുസ്ലിം യജിബു അൻ യകൂന മുഅദ്ദിബൻ, അല്ല അദബുള്ള ആളാണ് മുസ്ലിം. വയതകല്ലമു ബിൽ കലാമി ത്വയ്യിബ്, മുസ്ലിം നല്ല സംസാരം സംസാരിക്കേണ്ടി. അതാണ് അള്ളാഹു പറഞ്ഞത്, വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയൂ. അതേപോലെ ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കൂ. ഒരാൾ ഇങ്ങോട്ട് ചീത്ത തറവ് വിചാരിച്ചിട്ട് അതേ നാണയത്തിന് തിരിച്ചറിയിക്കണ്ട. ചില ആൾക്കാരുണ്ട്, ആൾക്കാർ തൗഹീദുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവൻ എന്തെങ്കിലും വാദപ്രതിവാദത്തെ സംവാദത്തിലൊക്കെ ഏർപ്പെടുമ്പം ഇവൻ പറയുന്ന കാര്യമൊക്കെ നല്ലതായിരിക്കും, പക്ഷേ ആശയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുമ്പോൾ മറ്റേ ആൾ ചീത്ത വിളിക്കുമ്പോൾ ഇവനും ചീത്ത, എൻ്റെ അപ്പുറം ചീത്ത വിളിക്കും. അത് ശരിയല്ല.
എന്ത് തിന്മയെ ഏറ്റവും നല്ലത് കൊണ്ട് നല്ല രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത് എന്ന്. ഹക്കദാ യംബഗി മുസ്ലിമി, ഇപ്രകാരം മുസ്ലിമിന് ആവശ്യമാണ് അന്നഹു യഹ്ഫദു ലിസാനഹു അനിൽ ഖൗലിൽ ബദീഇ, മ്ലേച്ഛമായ മോശമായ സംസാരങ്ങളിൽ തൊട്ട് തൻ്റെ നാവിനെ സൂക്ഷിക്കൽ ഒരു മുസ്ലിമിന് ആവശ്യമാണ്. വലാ സിയമാ ഇദാ കാന ഹാദൽ ഖൗലു മിൻ അഖ്ബഹിൽ കലാമി, ഏറ്റവും മോശമായ സംസാരത്തിൽ പെടുമ്പോൾ പ്രത്യേകിച്ചും കല്ലാനി വസ്സബി വശത്തിന്, ശാപം ചീത്ത വരത്തത്, ഹത്തൽ ബഹായി വദ്ദവാബ് വദ്ദൂർ വൽ മസാക്കിൻ ലാ യജൂസു ലഅനുഹ, എത്ര വരെ എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾ, നാൽക്കാലികൾ, മൃഗങ്ങൾ, അതേപോലെ ഈ വീടുകൾ, ഇതിനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. ഫഖദ് ലഅനത്ത് ഇമ്രാത്തുൻ നാഖത്തല്ല, ഒരു സ്ത്രീ ഒരിക്കൽ തൻ്റെ ഒട്ടകത്തിനെ ശപിച്ചു. വഹിയ തസീറുമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ യാത്ര ചെയ്യായിരുന്നു. അപ്പോഴാണ് തൻ്റെ ഒട്ടകത്തെ, അതായത് ആ സ്ത്രീയുടെ ഒട്ടകത്തിനത് ശപിച്ചു. അപ്പോൾ അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അഖദി മാ അലന്നാഖത്തി വ തറക്കഹ തംഷി. അപ്പോൾ എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിൻ്റെ, ആ സ്ത്രീയുടെ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. വ തറക്കഹ തംഷി, എന്നിട്ട് അവളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, അവളോട് നടക്കാൻ പറഞ്ഞു, ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യേണ്ടതെന്ന്. ലാ യതഅറദു ലഹാ അഹദുൻ, ലാ യതഅറദു ലഹാ അഹദുൻ മിൻ ബാബി തഅദീബി വ തഅസീരി. അപ്പം ഇനി അദബ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ശിക്ഷ എന്ന നിലക്കൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ശപിക്കാൻ പറ്റില്ല. ഉസ്താദ്മാർ കുട്ടികളെ ശപിക്കുക, അതേപോലെ മാതാപിതാക്കൾ മക്കളെ ശപിക്കുക, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശപിക്കാനൊന്നും പറ്റില്ല. ഫലാ യജൂസു ലഅനുൽ ആദമിയീൻ, മനുഷ്യന്മാരെ ശപിക്കൽ അനുവദനീയമല്ല. വലാ ലഅനു ദവാബി, മൃഗങ്ങളെ ശപിക്കാൻ പാടില്ല. വലാ ലഅനുൽ മസാക്കിൻ, ഭവനങ്ങൾ, വീടുകളെ ശപിക്കാൻ പാടില്ല. അവി സയ്യാറാത്ത്, അല്ലെങ്കിൽ കാറുകൾ, അവൈരി ദാലിക്, അതുപോലത്തതൊന്നും, അല്ലെങ്കിൽ മറ്റുള്ളത് ഒന്നും പാടില്ല. വ ഖൗലുഹു, ഇനി ഹദീസ് അടുത്ത് പറഞ്ഞ വിഷയം, ലഅനല്ലാഹു മൻ ആവാ മുഹദിസൻ, ഒരു മുഹദിസിന് അഭയം നൽകിയ ആൾ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മുഹദിസ് എന്ന് പറഞ്ഞാൽ ആരാ? അതായത് ഹദ്, ശിക്ഷ ബാധകമായ ഒരു കുറ്റം, ഗൗരവതരമായിട്ടുള്ള കുറ്റം ചെയ്ത വ്യക്തി, അയാൾക്ക് അഭയം നൽകുക, അയാൾക്ക് ശിക്ഷ കിട്ടാതെ, ഹദ് കിട്ടാതിരിക്കാൻ വേണ്ടി, ഭരണകൂടത്തിൽ നിന്ന് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് അഭയം കൊടുക്കുക. അങ്ങനെ അഭയം കൊടുത്ത ആളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആവാന്ന് പറഞ്ഞാൽ മാനാഹിൻ്റെ ആശയം ഹമ, സംരക്ഷണം നൽകി. ഫൽ ഈവാ ഉ മാനാഹ അൽ ഹമ വദ്ദഫു, പ്രതിരോധിക്കാൻ സംരക്ഷണം നൽകുക എന്നതിൻ്റെ അർത്ഥം. വൽ മുഹദിസ്, മുഹദിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവല്ലദീ ഫഅല ജുർമൻ, ഒരു കുറ്റം ചെയ്ത ആൾ. എങ്ങനത്തെ കുറ്റം? യസ്തഹിഖു അലൈഹി ഇഖാമത്തുൽ ഹദ്ദി, ഹദ് നടപ്പാക്കൽ അയാൾക്ക് മേൽ ബാധകമാക്കുന്ന ഒരു ജുർമ്, അങ്ങനത്തെ ഒരു ക്രൈം, കുറ്റം. ഫയത്തി വാഹിദു മിനൻ നാസി, അപ്പോൾ ജനങ്ങളിൽ നിന്നൊരാൾ വരിക, എന്നിട്ട് വയഹൂലു ദൂന ഹാദൽ മുജ്രിമി വ ദൂന ഇഖാമത്തുൽ ഹദ്ദി അലൈഹി, ഇയാൾക്ക് വേണ്ടിയിട്ട് സൈക്കാരം പിടിച്ചാൻ വേണ്ടി വരിക. എന്നിട്ട് അയാളുടെ പേരിൽ ഹദ് നടത്തുന്നത്, ശിക്ഷ നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ വരിക ഒരാൾ. ഈ ജാഹി, അയാളുടെ പദവി നിമിത്തം, അയാൾ വലിയ പൗരപ്രമുഖനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇയാൾക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശുപാർശ ചെയ്യുക. ഔ ബി ഖുവ്വത്തിഹി വ സുൽത്താനി, അല്ലെങ്കിൽ അയാളുടെ പവർ, ശക്തി, അധികാരം ഒക്കെ കൊണ്ട്. ഔ ബി ജുനൂദിഹി, അല്ലെങ്കിൽ അയാളുടെ സൈന്യങ്ങളെ കൊണ്ട്. ഔ ബി ഗൈരി ദാലിക്, അല്ലെങ്കിൽ അതല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട്. ഫയംനഉ ഹാദൽ മുജ്രിമു, അപ്പോൾ ഈ കുറ്റവാളി തടയപ്പെടുന്നു. ഫയംനഉ ഹാദൽ മുജ്രിം, ഈ കുറ്റവാളി തടയപ്പെടുന്നു. മിൻ അൻ യുഖാമ അലൈഹിൽ ഹദ്ദു, അയാളുടെ മേൽ ഹദ്, ശറഅ നിശ്ചയിക്കുന്ന ശിക്ഷ നടപ്പാക്കപ്പെടുന്നതിൽ നിന്ന്. വഹാദ ലഅനഹു റസൂലുള്ളാഹ്, ഇങ്ങനെയുള്ള ആളെ, ഇങ്ങനെ അഭയം, കുറ്റവാളിക്ക്, കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് അവരെ അള്ളാഹു എന്ത് ചെയ്തു? ശപിച്ചിരിക്കുന്നു, അള്ളാഹു റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന്. വഫിൽ ഹദീസിൽ ആഖർ, മറ്റൊരു ഹദീസിലുണ്ട്, മൻ ഹാലത്ത് ഷഫാഅത്തുഹു ദൂന ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ് ഫഖദ് ളാദ്ദല്ലാഹ ഫീ അംരിഹി. ഒരാൾ റെക്കമെൻഡേഷൻ നടത്തി, ഹദ്, അള്ളാഹു നിശ്ചയിച്ച ഹദ്, ശിക്ഷാ നടപടി, അത് ഒരാൾക്ക് തടയാൻ വേണ്ടിയിട്ട് അവൻ
അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അള്ളാഹുവിനെ ഒപ്പോസ് ചെയ്തു, എതിർത്തു എന്ന്. ഫി ഹദീസിൻ്റെ ആഖർ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, തഅഫു അൽ ഹുദൂദ ഫീമാ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഹദ്ദുകളെ പരസ്പരം മാപ്പാക്കൂ. അതായത് ഇപ്പോൾ ഒരാളടിച്ചു, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കട്ടു, ഉദാഹരണത്തിന് പിന്നെ ഒരാളുടെ മുതൽ മറ്റൊരാൾ കട്ടെടുത്തു. അപ്പോൾ ആരുടെ മുതലാണോ എടുത്തത് അയാൾക്ക് ഇയാൾക്ക് വേണ്ടിയിട്ട് മാപ്പാക്കാം വേണമെങ്കിൽ, ഭരണകൂടത്തിൻ്റെ അടുത്ത് വിഷയം എത്തിക്കാതെ വേണമെങ്കിൽ പരസ്പരം അത് അവർ പറഞ്ഞു തീർക്കുക, അത് പ്രശ്നമില്ല, നല്ല കാര്യമാണ്. ഇതാ ബലവത്തി സുൽത്താൻ, എന്നാൽ സുൽത്താൻ്റെ അടുത്ത് വിഷയം എത്തിയാൽ, അധികാരിയുടെ അടുത്ത് വിഷയം എത്തിയാലോ, ഫലാൻ അള്ളാഹു ഷാഫിയ വൽ മുഷഫ, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു, ഈ ശുപാർശ ചെയ്യുന്ന ആളെയും, ശിക്ഷ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന ആളെയും ശുപാർശ ചെയ്യപ്പെട്ട ആളെയും അള്ളാഹു ശപിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നത്, വലമ്മാ സറഖ റജുലുൻ റിദാ സഫ്വാൻ ഇബ്നു ഉമയ്യ, സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഷാള് എന്ത് ചെയ്തു, ഒരാൾ കട്ടെടുത്തു. വഹുവ ബിൽ മസ്ജിദ്, അദ്ദേഹം മസ്ജിദിലായിരിക്കെ. ഫഅംസകഹു സഫ്വാൻ, അപ്പോൾ സഫ്വാൻ അയാളെ പിടികൂടി. വദഹബ ബിഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് അയാളെയും കൊണ്ടുപോയി. ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ഇ യദിഹി, അപ്പോൾ പിന്നെ കട്ടെടുത്താൽ മോഷ്ടിച്ചവൻ്റെ ശിക്ഷ എന്താണ്, അയാൾക്കുള്ള ശിക്ഷ ഫഖ്തഉ ഐദിയഹുമാന്നല്ലേ, അയാളെ കൈ മുറിക്കാനാണ്. അപ്പം നബി അദ്ദേഹത്തിൻ്റെ കൈ മുറിക്കാൻ വേണ്ടി കൽപ്പന ഇട്ടു. ഫഖാല സഫ്വാൻ, അപ്പോൾ സഫ്വാൻ അദ്ദേഹത്തിൻ്റെ ഷാളല്ല കട്ടെടുത്തത്. സഫ്വാൻ പറഞ്ഞു, അരിദാ ഉലഹു യാ റസൂലല്ലാഹ്, റിദാ അദ്ദേഹം എടുത്തോട്ടെ, ആന മാറത്തു ഹാദ്, ഞാനിത് ഉദ്ദേശിച്ചിട്ടില്ല, കൈയൊന്നും മുറിക്കണ്ട എന്നുള്ള രൂപത്തിൽ. കാല അല്ലാ കബില അന്തീനി ബി, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആയിക്കോട്ടായിരുന്നോ, അപ്പോൾ അവിടെ നിന്ന് മാപ്പായിക്കോട്ടായിരുന്നു, എൻ്റെ അടുത്ത് കൊണ്ടുവന്നിനാ ഞാനീ ഉദ്ദേശിക്കുന്നത് ഹല്ലാ സമഹ്തൻഹു കബില അന്തീനി ബി, അയാളെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിട്ടുവീഴ്ച ചെയ്തുകൂടായിരുന്നോ, മാപ്പാക്കിക്കൂടായിരുന്നോ എന്ന്. ഫൈദാ തഖററൽ ഹദ്ദു ഫിൽ മഹ്കമത്തി ശറഇയ്യത്തി ഫലാ ബുദ്ദ മിൻ തൻഫീദിഹി, അപ്പോൾ ഷറഈ കോടതിയിൽ ഒരു ഹദ്ദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ, കുറ്റം തെളിഞ്ഞു, അങ്ങനെ ഹദ്ദ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജഡ്ജി വിധി പ്രഖ്യാപിച്ചാൽ അപ്പം പിന്നെ നടപ്പാക്കൽ, എക്സിക്യൂട്ട് ചെയ്യൽ, തൻഫീദ് ചെയ്യൽ എന്താണ്, അത് നിർബന്ധമാണ്, അനിവാര്യമാണ്. ഇല്ലാ ഇദാകാന ഫി ഇഖാമത്തിൽ ഹദ്ദി അലൈഹി ദററുൻ അലാ ഗൈരിഹി, ആ ഹദ്ദ് നടപ്പാക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഒഴികെ. ഹാമിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗർഭിണി, ഇതാ ഉഖീമ അലൈഹൽ ഹദ്ദു, ആ ഗർഭിണിക്ക് ഒരു ഹദ്ദ് നടപ്പാക്കിയാൽ, ഉദാഹരണത്തിന് ഗർഭിണി വ്യഭിചരിച്ചു നിൽക്കുക, അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ വ്യഭിചരിച്ചു, അങ്ങനെ ഗർഭിണിയായി, അപ്പോൾ ഗർഭം ഉണ്ടല്ലോ, ആ ഗർഭം അവസ്ഥയിൽ അവരുടെ മേലിൽ ഹദ്ദ് നടപ്പാക്കിയാൽ, അതായത് എറിഞ്ഞു കൊല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടത്തിയാൽ എന്താവും, താസറൽ ഹംദ്, അത് ആ ഗർഭത്തെ ബാധിക്കും. ഫയുഅഖിറു ഇല അൻതലിദ, അവർ പ്രസവിക്കുന്നത് വരെ എന്ത് ചെയ്യുക, പിന്തിക്കുക. വതജിദു മയ്യർലാഹു, ആ കുട്ടിക്ക് മുലയൂട്ടുന്ന ഒരാളെ കണ്ടെത്തുന്നത് വരെ. ഇല്ല തുരിക്കത്ത് ഹത്ത തഫ്തിമഹു, എങ്ങനെ, അല്ലെങ്കിൽ പിന്നെ മുലയിട്ടാൻ ആളെ കിട്ടിയില്ലെങ്കിലോ, ഈ കുട്ടിയുടെ മുലകുടി പ്രായം കഴിയുന്നത് വരെ അവളെ ഉപേക്ഷിക്കുക, എന്ന് പറഞ്ഞാൽ അവരെ അത് നടപ്പാക്കാതിരിക്കുക, എറിഞ്ഞു കൊല്ലാതിരിക്കുക, അത് കഴിഞ്ഞിട്ട് എറിഞ്ഞു വന്നാൽ മതി എന്നുള്ളതാണ്. ഇതേപോലെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത് കേട്ടിട്ടുണ്ടാവും. അൽ ഹാസിൽ, ചുരുക്കം, അന്ന ഈവാ സ്വഹാബിൽ ജറായിമില്ലത്തി തസ്തൗജിബുൽ ഹുദൂദ് വമൻഉ ഇഖാമത്തിൽ ഹുദൂദി അലൈഹിം മിനൽ കബായിർ, ഹദ്ദ് നടപ്പാക്കൽ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് അഭയം നൽകുക എന്നതും, അതുപോലെ അവരുടെ മേൽ ഹദ്ദ് നടപ്പാക്കുന്നത് തടയുക എന്നതും അത് മിനൽ കബായിർ, വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅന മൻ ഫഅലഹു, അത് ചെയ്ത ആളെ ശപിച്ചിരിക്കുന്നു. വഫി ബഅദി റിവായാത്തി, ഇനി ചില റിപ്പോർട്ടുകളിൽ ബി ഫത്ഹി ദാലി, ദാലിന് ഫത്ഹ് കൊണ്ടാണ്. ലഅനല്ലാഹു മൻ ആവാ മുഹദിസൻ എന്നല്ല, ചില റിപ്പോർട്ടുകളിൽ ലഅനല്ലാഹു മൻ ആവാ മുഹദസൻ എന്നാണ്, ദാലിന് ഫത്ഹ്. വൽ മുഹദ്ദസ്, മുഹദ്ദസ് പറഞ്ഞാൽ എന്താണ്, പുതിയത്, മാനഹു അൽ ബിദ്അ, അതിൻ്റെ ആശയം എന്താണ്, ബിദ്അത്താണ്, ദീനിൽ പുതിയത് കടത്തിക്കൂട്ടുക, അതാണ് ബിദ്അത്ത്, അനാചാരം. ഓ മാന ആവാ അൽ മുഹദ്ദസ, മുഹദ്ദസിന് അഭയം നൽകുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്, ഐ റളിയ ബിഹി, അയാൾ ബിദ്അത്തിൽ തൃപ്തിപ്പെടുക എന്നുള്ള.
ഫമൻ റദിയ ബിൽ ബിദഅത്തി, ബിദഅത്തിന് ഒരാൾ തൃപ്തിപ്പെട്ടു, വലം യുൻകിർഹ, അയാൾ അതിനെ നിരാകരിച്ചില്ല, ഓഹ് യഖ്ദിറു, കഴിവുള്ളതോടുകൂടി, ആ തടയാൻ ആൾക്ക് കഴിവുണ്ട്, ഇൻകാർ ചെയ്യാൻ കഴിവുണ്ട്, എന്നിട്ടും അയാൾ എന്ത് ചെയ്തു, അതിനെ നിരാകരിച്ചില്ല, ഫഖദ് ആവാഹ, അവൻ ബിദഅത്തിന് സംരക്ഷണം നൽകിയവനാണ്, അഭയം നൽകിയവനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മൻ റഅൽ ബിദഅ, ബിദഅത്തുകൾ ഒരാൾ കണ്ടു, അങ്ങനെ കണ്ട ആൾ വസക്കത്ത, അവർ മൗനം പാലിച്ചു, സൈലൻ്റായി. അതിപ്പോൾ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കും, ഞാനിപ്പോൾ അതിനൊന്നിനാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, അവിടെ മാലയോ മൗലിതോ മങ്കൂസോ കുത്തുകയോ തന്തയോ നടത്തുന്നത് നടത്തിക്കോട്ടെ, നമ്മളെന്തിനാ അതിൻ്റെ ഇടപെടാൻ പോണ് എന്ന നിലക്ക്. വലം എത്തക്കെല്ലാം ഫിങ്കാരിഹ, അത് നിരാകരിക്കുന്നതിൽ അയാൾ സംസാരിച്ചില്ല. വൽ ബയാനിന്നാസ് അന്നഹ ബിദഅ, അതൊക്കെ ബിദഅത്തുകളാണ് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനും അയാൾ സംസാരിക്കുകയൊന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഫഖദ് ആവാഹ, അപ്പോൾ ആ ബിദഅത്തിന് അവനെന്ന് സംരക്ഷണം നൽകി എന്നതിനർത്ഥം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹമാഹ, അതിനെ സംരക്ഷിച്ചു. എങ്ങനെ? ബി സുക്കൂത്തിഹി വതർക്കിഹാലഹ, ആ ബിദഅത്തിൻ്റെ വിഷയത്തിൽ അവൻ മൗനം പാലിക്കലും അത് അങ്ങനെ തന്നെ ഉപേക്ഷിക്കലും അങ്ങനെ തന്നെ ഇട്ടേക്കലും കാരണമായിട്ട്. ഫയക്കൂന് മുസ്തൗജിബൻ ലില്ലാന, അപ്പോൾ അവനെന്ത് ചെയ്യും, അവനും ശാപത്തിന് അർഹനായി. ഫകൈഫ ഇദാ ദഅ ഇലൈഹാ വദാഫഅ അൻഹാ, അപ്പം പിന്നെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിലോ, വൽഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. സുമ്മ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദി, ഭൂമിയുടെ അതിർത്തികളെ മാറ്റിയവൻ, അവന് എന്ത്, അള്ളാഹു ശപിച്ചിരിക്കുന്നു. മനാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജംഉ മനാറ, മനാറത്ത് എന്നുള്ളതിൻ്റെ ജം ആണ്. വഹിയ അൽ അലാമ, അത് അടയാളം എന്നതിനർത്ഥം. വൽ മുറാദു ബി മനാറിൽ അർലിൽ ഉലമായി ഫി സലാസത്തു അഖ്വാൽ, ഈ ഭൂമിയുടെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ 3 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിലുണ്ട്. അപ്പോൾ മനാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അടയാളം എന്നാണ് അതിനർത്ഥം. വൽ മുറാദു ബിൽ മനാറിൽ അർലിൽ ഉലമായി ഫിഹി സലാസത്തു അഖ്വാലിൻ, ഈ മനാറിൽ അർദ് ഭൂമിയുടെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഉലമാക്കൾക്ക് 3 വീക്ഷണങ്ങളുണ്ട്. അൽ ഖൗലുൽ അവൽ, ഒന്നാമത്തത് അന്നൽ മുറാദ ബി മനാറിൽ അർദി അൽ മറാസീം, ഇങ്ങനെ ഭൂമി ലാൻഡിന് ഇടുന്ന അതിരുകളാണ് ഉദ്ദേശിക്കുന്നത്, അടയാളങ്ങൾ, അതിരുകളായിട്ട് അതിരടയാളങ്ങൾ. അപ്പോൾ മാന വയ്യറഹ, യാനി അത് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖദ്ദമഹ വഅഖറഹ അൻ മക്കാനിഹ, അതിൻ്റെ സ്ഥാനത്തുനിന്ന് അത് മുന്തിക്കുക പിന്തിക്കുക ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിര് ഒരു കല്ലിട്ടുണ്ട്, ആ കല്ല് അങ്ങോട്ട് വെക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കുക, അതിൻ്റെ സ്ഥാനം മാറ്റുക. വഫിൽ ഹദീസി, ഹദീസിൽ കാണാം, മനിഖ്തത ശിബ്റൻ മിനൽ അർളി ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി ലാൻഡിൽ നിന്നൊരു ചാൺ, ഒരു ലാൻഡ് ഭൂമി ഒരാൾ കയ്യേറിയാൽ തുവ്വിഖഹു യൗമൽ ഖിയാമത്തി മിൻ 7 അർളീൻ, അവനെ ഖിയാമത്ത് നാളിൽ 7 ഭൂമികൾ കൊണ്ട് ചൂട് വെക്കപ്പെടും എന്ന്. വൽ ഖൗലു സാനി, രണ്ടാമത്തെ വീക്ഷണം എന്താണ്, അൻ മുറാദ ബി മനാറിൽ അർളി, മനാറിൽ അർളി എന്ന് പറഞ്ഞാൽ അലാബുൽ ഹറമിൽ ലദി യഹ്റുമു ഖത്ല സ്വൈദിഹി വ തൻഫീരിഹി, മൃഗങ്ങളെ ഓട്ടിക്കലും വേട്ടയാടലും നിരോധിക്കപ്പെട്ട ഹറം പ്രദേശമാണ്. വയഹർ, ആ ഹറമിൻ്റെ പരിധിയിലുള്ള അതിർത്തികളാണ്, അതിൻ്റെ പരിധി സൂചിപ്പിക്കുന്ന. വയഹർമു ഖത്ഉ ഷജറഹി വഹശിഷിഹി, അവിടുത്തെ പുൽച്ചെടികൾ, അതേപോലെ പുല്ലുകൾ, അതേപോലെ മരങ്ങളൊക്കെ മുറിക്കലും ഹറമാണല്ലോ. വ അഖ്ദു ലുഖ്തതിഹി ഫഖദ, ലുഖ്തതിഹി ഫഖദി എന്നായിരിക്കും, അതായത് നഷ്ടപ്പെട്ട സാധനങ്ങൾ, അവിടെ വീണ് കിടക്കുന്ന സാധനങ്ങൾ എടുക്കാനും പാടില്ലല്ലോ, അത് അങ്ങനെയുള്ള ആ പ്രദേശം. ജഅലല്ലാഹു ഹൗലൽ കഅബത്തി ഹറമൻ മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും കഅബയുടെ ചുറ്റും അള്ളാഹു ഹറം പ്രദേശമാക്കിയിട്ടുണ്ട്. വഹാദിഹിൽ മൻതഖ ലാ യദ്ഖുലുഹ മുശ്രിക്കുൻ, ഈ പ്രദേശത്ത് നിന്ന് എന്താണ്, അവിടെ ഒരു മുശ്രിക്കും പ്രവേശിക്കാൻ പാടില്ല. വലാ യുനഫറു സ്വൈദുഹ, അവിടുത്തെ വേട്ടമൃഗത്തെ ഓട്ടിപ്പിക്കാനും പാടില്ല, ഓട്ടിപ്പിക്കപ്പെടാൻ പാടില്ല, അതിന് വേട്ടയാടാൻ പാടില്ല. വലാ യുഖ്തലാഹലഹ വലാ തുൽത്തഖതു ലുഖ്തതുഹ ഇല്ലാ ലിമുൻഷിദിൻ, അതായത് ഒരു കാര്യം എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാ, അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോയ സാധനം എടുക്കുക എന്നുള്ളതല്ലാതെ ആ കളഞ്ഞു പോയ സാധനം അടുത്ത സാധനം എടുക്കാൻ പാടില്ല. വലാ യജൂസുൽ ഖിതാൽ ഫിഹ ഇല്ലാ ദിഫാഅൻ,
പ്രതിരോധം എന്ന നിലക്കല്ലാതെ അവിടെ ഒന്നേന്ന് യുദ്ധം തുടങ്ങി വെക്കാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. ഫൽ മുറാദു ബി മനാരിൽ അർദി അലാ ഹാദിൽ ഖൗൽ. അപ്പോൾ ഈ വീക്ഷണപ്രകാരം മനാറിൽ അർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻസാബുൽ ഹറം, ഹറമിൻ്റെ അതിരുകളാണ്. ഐ അൽ അലാമുൽ മജ്ഊലത്തു അലൽ ഹറമി മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും ഹറമിൻ്റെ അതിർത്തി കാണിക്കുന്ന അടയാളങ്ങളാണ്. മിൻ ജിഹത്ത് തൻഈം, മിൻ ജിഹത്തിൽ ഹുദൈബിയ, മിൻ ജിഹത്തി അറഫ വനമിറ, മിൻ ജിഹത്തിൽ ജിറാന, അൻസാബ് മബനിയത്തിൻ അലാമിൻ മുക്കാമത്തിൻ അലാ ഹുദൂദിൽ ഹറം. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ ഉള്ള ഹറമിനെ വേർതിരിക്കുന്ന അടയാളങ്ങളാണ്. അത് മാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഹദീസ് പറയുന്ന ഉദ്ദേശം. അങ്ങനെ മനാറിലർന്ന് ഭൂമിയുടെ അതിർത്തികൾ മാറ്റിയവന് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അവർ കൗലു സാരിസ്, മൂന്നാമത്തെ വീക്ഷണം, അന്നൽ മുറാദബി മനാറിലർലി, ഭൂ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അൽ അലാമാത്തുല്ലത്തി അല തുറുക്കി, വഴികളിലെ അടയാളങ്ങളാണ്. വക്കാനത്ത് മഅറൂഫത്തിന്, അതറിയപ്പെട്ടതാണ്. ഫി അഖ്തിനാൽ ഹാദിറിൽ ലൗഹാത്ത് അല്ലത്തി തജഅലുഹാൽ മവാസലാത്ത് അല തുരീഖ് ഹാദിഹി മിൻ മനാറിൽ അർദ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ സൗകര്യപ്രദമാകുന്ന വിധത്തിൽ, ട്രാവൽ ഒക്കെ സൗകര്യപ്പെടുന്ന രൂപത്തിൽ ട്രാഫിക് അടയാളങ്ങൾ, അതായത് വഴിയുടെ അടയാളങ്ങൾ, അതാണ്. ഫല യജൂസി അഹദിൻ അയ്യോ അയ്യറ ഹാദിഹി അൽ അലാം, ഈ അടയാളം മാറ്റൽ ഒരാൾക്ക് അനുവദനീയമല്ല. ലിഅന്നഹു യുളല്ലിലു നാസ, കാരണം ജനങ്ങൾക്ക് വഴി തെറ്റും അങ്ങനെ മാറ്റിയാൽ. വറാജിഹു മിൻ ഹാദിഹിൽ അഖ്വാൽ, ഈ പറഞ്ഞ മൂന്ന് വീക്ഷണങ്ങളിൽ ഏറ്റവും പ്രബലമായത് ഹുവ അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ വീക്ഷണം ആണ്.